രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എയർപോർട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ആദി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴേ ലേറ്റായി. ഫ്ലൈറ്റ് ലാൻഡിങ്ങിനുള്ള ടൈം ആവാറായി. വേഗത്തില്ലെങ്കിൽ അവന്റെ വായിൽ നിന്ന് നല്ല തെറി കേൾക്കേണ്ടി വരും. അവന്റെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു. അവന്റെ കാർ റോഡിലൂടെ പറക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇടവഴിയിൽ നിന്നൊരു പെൺകുട്ടി 2 വീലർ ഓടിച്ചു വന്നത്. ആ പെൺകുട്ടി ഹോൺ അടിച്ച് മെയിൻ റോഡിൽ വാഹനങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് റോഡിലേക്ക് കയറിയത്. പക്ഷേ വേഗത്തിലായിരുന്ന ആദിയുടെ കാർ വളവ് തിരിഞ്ഞ് പാഞ്ഞു വന്ന് അവൾ അറിഞ്ഞില്ല. ആദി അവളെ കണ്ട് പെട്ടെന്ന് ബ്രേക്കിൽ കാലമർത്തി. പക്ഷെ അപ്പോഴേക്കും കാർ അവളുടെ സ്കൂട്ടിയിൽ ഇടിച്ചിരുന്നു. ഒരു നിലവിളിയോടെ ആ പെൺകുട്ടി റോഡിലേക്ക് വീണിരുന്നു. ഓ ഷിറ്റ്! അവൻ സ്റ്റിയറിംഗിൽ ഇടിച്ചു. ശേഷം ഡോർ തുറന്ന് പുറത്തിറങ്ങി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി. ആ പെൺകുട്ടിയുടെ കൈയും കാലൊക്കെ മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു. ഓ സോറി, എന്തെങ്കിലും പറ്റിയോ? ആദി അവളോട് ചോദിച്ചു. തനിക്ക് നമ്മുടെ കണ്ണു കാണില്ലേ? എന്റെ ദേഹത്തും ചോര വരുന്ന കണ്ടില്ലേ താൻ? എന്നിട്ട് ചോദിക്കാണോ എന്തെങ്കിലും പറ്റിയോന്ന്? താൻ എന്താണ് വായു വിളിക്കാൻ മേടിക്കാൻ പോവാണോ? അയ്യോ എന്റെ കാല്! അത് സോറി, ഞാനൊരു അത്യാവശ്യത്തിന് പോവായിരുന്നു. അതാ കുറച്ച് സ്പീഡിലായത്. തന്റെ അത്യാവശ്യത്തിന് ബാക്കിയുള്ള നെഞ്ചത്തൂടെയാണോ കയറ്റുന്നേ? തെറ്റുപറ്റി പോയി, അതിന് സോറിയും പറഞ്ഞു. പിന്നെ ഇങ്ങനെ വായിട്ടെടുക്കുന്ന എന്തിനാന്നോ? തനിക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയത് മുഴുവൻ എനിക്കാണല്ലോ. എന്റെ കാല്! എന്റെ നടു ഒടിഞ്ഞേ! ഇങ്ങനെ കിടന്ന് അലറാതെ പെണ്ണേ, ഞാൻ കോമ്പൻസേഷൻ തരാം. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഓ താനൊരു മനുഷ്യനാണോ? ഇടിച്ചിട്ട് കോമ്പൻസേഷൻ തരാന്ന്. ആർക്ക് വേണ്ടോ തന്റെ പിച്ചക്കാശ്? പിന്നെ നിനക്കെന്താ വേണ്ട? എന്റെ കൈയും കാലൊക്കെ മുറിഞ്ഞു, നടുവും പോയി. താൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം. വാട്ട്? ഹോസ്പിറ്റലിലോ? എന്തേ താൻ ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ കാശ് തരാം, നീ പോകോ ഹോസ്പിറ്റലിലേക്ക്. അയ്യടാ, അങ്ങനെ ഒഴിവാൻ താൻ കരുതണ്ട. ഹോസ്പിറ്റൽ കൊണ്ടുപോയേ പറ്റൂ. ഇല്ല ഞാൻ വിളിച്ചു പോയി ബാളുണ്ടാക്കി ആള് കൂട്ടും. പറഞ്ഞേക്കാം. ഷോ, ഇത് വലിയ ശല്യായല്ലോ. ആദിക്ക് ദേഷ്യം വന്നു. അതെ, മര്യാദക്ക് വണ്ടി ഓടിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ശല്യക്കാവും. താൻ എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുവന്നുണ്ടോ? അത് ഞാൻ വിളിച്ചു പോകണോ? ഓ വേണ്ട, ഹോസ്പിറ്റലെങ്കിൽ ഹോസ്പിറ്റൽ. എഴുന്നേറ്റ് വാങ്ങിട്ടു. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. അതെ, ഹലോ ഹലോ, എവിടെ പോവാ? ഞാൻ ഇവിടെ എണീക്കാൻ വയ്യാണ്ട് കിടക്കുന്ന കണ്ടില്ലടാ. എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കടാ. ഓ പിന്നെ എന്നെ കൊണ്ടൊന്ന് മേല. നീ വേണേ എണീറ്റ് പോവാ പെണ്ണേ. ഡോ, തനിക്ക് മനസാക്ഷി എന്നൊന്നും ഉണ്ടോടോ? നടുവും തല്ലി കിടക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ? അതെ, എനിക്കല്പം മനസാക്ഷി കുറവാ. പൊന്നുമോളെ അങ്ങ് സഹിച്ചേക്ക്. തന്നെ ഞാൻ കാണിച്ചു തരാടോ. നാട്ടുകാരെ ഓടി വരണേ, ഇയാൾ എന്നെ വണ്ടി ഇടിച്ചിട്ട് മുങ്ങാൻ നോക്കുവാണേ. അയ്യോ എനിക്ക് മേലായേ. നിർത്ത്, അലറണ്ട, ഞാൻ പിടിക്കാം. അവൻ കൈ അവൾക്ക് നേരെ നീട്ടി. അങ്ങനെ വഴിക്ക് വാ മോനെ, അവൾ കള്ളച്ചിരിയോടെ ഉള്ളിൽ പറഞ്ഞു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കാലുവേദന കാരണം അവൾ മെല്ലെയാണ് എണീറ്റ്. ആദ്യയുടെ സ്കൂട്ടി എടുത്ത് റോഡിന് സൈഡിലായി ഒതുക്കി വെച്ച് നേരെ പോയി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു. വേഗം കേറിങ്ങോട്ട്. ഏയ്, തന്റെ അടുത്തിരിക്കാൻ ഞാൻ തന്റെ ഭാര്യയോ കാമികയോ പോലും ആണോ? താൽക്കാലം തന്റെ ഡ്രൈവറായ മതി. അല്ല പിന്നെ. ഓ ഇത് വലിയ ശല്യായല്ലോ. അത് വണ്ടി ഓടിക്കുമ്പോ ഓർക്കണായിരുന്നു. മതി, കൂടുതൽ വാചടിക്കണ്ട. എവിടെന്ന് വെച്ചാൽ കേറ്. അവൻ ഫ്രണ്ട് ഡോർ വലിച്ചടച്ചു. അതെ, എന്നുള്ള ദേഷ്യം സ്വന്തം വണ്ടി തീർക്കണ്ട, അവൾ പറഞ്ഞു. ഓ എന്റെ വണ്ടിയല്ലേ, ഞാൻ സഹിച്ചോളാം. മാഡം വന്ന് കേറ്. അവൻ ബാക്ക് ഡോർ തുറന്നു. അവൾ കാറിൽ കയറി. അവൻ ഡോറ് വലിച്ചടച്ച് ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഓ എന്റെ മാഷി ഒന്ന് പതുക്കെ പോവോ? എനിക്ക് കാലിന്റെ അടുത്തേക്ക് പോകണ്ട, ഹോസ്പിറ്റലിലേക്കാ. നിന്നെ കാലിന് പോലും വേണ്ടായിരിക്കും. അവിടെ ചെന്ന് അങ്ങേർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്ര പെട്ടെന്ന് നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കില്ല. ഓ വലിയ കോമഡിയാണല്ലോ മാഷേ. എന്നാലും ഞാൻ ചിരിച്ചു തന്നേക്കാം. ഓ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യനെ ചെവിതല കേൾപ്പിക്കില്ല. ഓ ആള് മുഖം കൂട്ടി വെളിയിലേക്ക് നോക്കിയിരുന്നു. അപ്പോഴാണ് ആദിയുടെ ഫോൺ ബില്ലടിച്ച്. ആദി ഫോൺ എടുത്തു. മറുതൽക്കൽ നിന്നും പൂര തെറിയായിരുന്നു കേട്ടത്. ഡാ പുല്ലേ, നീ എവിടെയാടാ? ഞാൻ എത്ര നേരം ഇവിടെ പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട്. നീ ചത്തോളതുണ്ടീ. ഡാടാ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എടാ നിന്നെ പിക്കാൻ വരുന്ന വഴി ഒരു വള്ളിക്കെട്ടിന്റെ തോളയിൽ തൂങ്ങിയടാ. വള്ളിക്കെട്ട് തന്നെ മറ്റവളാ. അവന്റെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. ആദി, അതേതാണ് നിന്റെ അടുത്തൊരു കിളി ശബ്ദം? അവളുടെ ശബ്ദം ഫോണിലൂടെ കേട്ട് മറുതൽക്കൽ നിന്ന് അവൻ ചോദിച്ചു. ഇത് കിളിയല്ലടാ, കാട്ടുപോത്താ. ആദ്യം അവളെ നോക്കി പറഞ്ഞു. അതും കൂടി കേട്ടതോടെ അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഡോ കാട്ടുപോത്ത എന്റെ കുഞ്ഞമ്മ. ആഹാ, കക്ഷി നിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നുണ്ടല്ലോടാ ആദി. ആരാള്? എന്റെ പൊന്നബി, നീ ഒന്ന് ഫോൺ വെച്ച്. നീ തൽക്കാലം ടാക്സി പിടിച്ചേക്ക് പോര്. എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം. ഇപ്പൊ ഞാൻ വെക്കുവാണേ. ആദ്യം ഫോൺ കട്ട് ചെയ്തു. അവർ ഹോസ്പിറ്റലിൽ എത്തി. നടക്കാൻ ബുദ്ധിമുട്ടായത് കാരണം അവനവളെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഈടിരിക്കെ. അവനവളെ ചെയറിലിരുത്തി. ശേഷം അവൻ OP കാർഡ് എടുക്കാനായി പോയി. അപ്പോഴാണ് അവന് ഓർമ്മ വന്ന് അവളുടെ പേര് തനിക്ക് അറിയില്ലല്ലോ എന്ന്. അവൻ അവൾക്കടുത്തേക്ക് വന്നു. എന്താണ് നിന്റെ പേര്? മാളവിക. എന്തോന്ന്? മാനം നോക്കിയോ? ചെവി കേൾക്കില്ലേ? മാളവികാന്ന്. ഓ. അവൻ പോയി OP കാർഡ് എടുത്ത് അവൾക്കടുത്തേക്ക് വന്നു. വാ എണീക്ക്. അവളെയും കൂട്ടി അവൻ ഡോക്ടറെ കണ്ടു. എക്സ്റേ, സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ് എന്ന് വേണ്ട, അവിടുത്തെ ഒട്ടുമിക്ക മെഷീനിലൂടെ അവളെ കയറ്റി ഇറക്കി.
അപ്പോഴേക്കും 4-5 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പിന്നെ അവളുടെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് മെഡിസിൻ വാങ്ങി അവർ പുറത്തിറങ്ങി. ദാ ഇതൊക്കെ പിടിക്ക്. അവൻ മെഡിസിനൊക്കെ അവൾക്ക് കൊടുത്തു. ഇനി എന്താ മാഡത്തിന്റെ പ്ലാൻ? എവിടെ ആക്കണ്ട്? തൽക്കാലം ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ഇനി മാഷിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഹോ ഭാഗ്യം, ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ. താങ്ക്സ്. അവൻ കൈകൾ കൂപ്പി നെറ്റിയിൽ മുട്ടിച്ച് അവളോട് പറഞ്ഞു. എന്നാ മോള് പോയാട്ടെ. അവൻ അവളോട് പോവാൻ കൈ കാണിച്ചു. അല്ല, എവിടെ നിങ്ങളുടെ വീട്? അതിനെ നീ അറിയുന്നേ? അല്ല, എനിക്ക് നാളെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും അറിയിക്കാൻ വേണ്ടിയിട്ടാ. ഓ, ഞാൻ എൻ്റെ കാർഡ് ഇതിലുണ്ട്, എൻ്റെ അഡ്രസ്സും നമ്പരൊക്കെ. അവന് കാർഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഓക്കെ താങ്ക്സ്. അവൾ ആ കാർഡ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ശരി ശരി പോയട്ടെ. അവൾ ഓട്ടോ പിടിച്ച് പോയി. അവനൊരു ചിരിയോടെ അവിടുന്ന് പോയി. ആഹാ, അടിപൊളിയാണല്ലോടാ. അല്ല, എന്നിട്ട് ഞങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചില്ലേ? വീട്ടിലെത്തി അവനോട് അഭി ചോദിച്ചു. ഓ പിന്നെ, ഡീറ്റെയിൽസ് ചോദിക്കാൻ ഞാൻ അവളെ പെണ്ണാണാൻ പോവല്ലേ? ആ വള്ളിക്കെട്ട് തലയിന്ന് ഊരിപ്പോയത് തന്നെ ഭാഗ്യം. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് എന്നെ വട്ടായി. വീട്ടുകാർ ഇതിനൊക്കെ എങ്ങനെ സഹിക്കുന്നതാവോ? അല്ലടാ, ഇനി ചിലപ്പോൾ നിന്റെ ഭാഗ്യവതുമായാലോ അവള്. അതുകൊണ്ട് പറഞ്ഞു പോയതാ മോനെ. ഓ പിന്നെ, അവള് നല്ല കഥയായി. അതിനെ കെട്ടിയെടുക്കുന്നതിനേക്കാളും ഭേദം വല്ല ട്രെയിനും അടവയ്ക്കുന്നതാ. നീ അത് വിട്. പിന്നെ പറ, എന്നിട്ട് അവിടുത്തെ വിശേഷമൊക്കെ? ഓ പ്രത്യേകിച്ചൊന്നുമില്ലടാ, എല്ലാം പഴയ പോലെ തന്നെ. അയ്യോ മോളെ, ഇതെന്നാ പറ്റിയടി? അന്ന കയ്യിലും കാലിലുമൊക്കെ ബാൻഡേജുമായി കയറി വരുന്ന മാളുവിനോട് ചോദിച്ചു. ഓ ഒന്നും പറയണ്ടടി, ഒരു ചിന്ന ആക്സിഡന്റ്. ആക്സിഡന്റോ? ഡി നീ എന്താണെന്ന് തെളിയിച്ചു പറ, അന്ന ചോദിച്ചു. മാളു ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. എന്നിട്ട് അയാളാരാ? എവിടെയാണ് വീട്? നീ കാർഡിൽ നോക്കിയോ? ഇല്ലടി. അതും പറഞ്ഞ് മാളു ബാഗിൽ നിന്ന് കാർഡ് പുറത്തെടുത്തു. ആദിത്യ മേനോൻ, AM ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, മേലാറ്റൂർ, കോട്ടയം. മാളു കാർഡ് നോക്കി വായിച്ചു. ഓ, അപ്പൊ അതേ ഒരു ബിസിനസ് മാഗ്നറ്റ് ആണല്ലേടി? അന്ന ചോദിച്ചു. എന്ത് മാഗ്നറ്റ്? ഒരക്ക, അയാളൊരു ജാട പീസ, ഒരു കാട്ടുപോത്ത്, മാളു പറഞ്ഞു. ഏയ്, എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ലടി. അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത്രയും നോക്കുമായിരുന്നോ? കുറച്ച് കാശ് തന്നിട്ട് തടിയൂരാനല്ലേ നോക്കൂ. ഓ കോപ്പ്, നീ അത് വിട്ടിട്ട് എന്തെങ്കിലും കഴിക്കാതിരിക്കുക, എനിക്ക് നല്ല വിശപ്പുണ്ട്, മാളു പറഞ്ഞു. ആ അത് ഞാൻ മറന്നു, നീ വാ, ഞാൻ പിടിക്കണോ? ഏയ് വേണ്ടടി, ഞാൻ വന്നോളാം. ആടി പറയാൻ മറന്നു, ഓർഫനേജിൽ മദർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്പോൺസർ കൈയൊഴിഞ്ഞ കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം കഷ്ടത്തിലാണ്, അന്ന പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്തായാലും അവിടുത്തെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. ഒന്നില്ലെങ്കിലും കുറേ വർഷം നമ്മളവരെ പോലെ ആയിരുന്നില്ലേടി. നോക്കാം, നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന സാലറി എടുത്താൽ പോലും ഒന്നും ആവില്ല. പിന്നെ തൽക്കാലം കുറച്ച് ദിവസം ആ കുഞ്ഞുങ്ങളുടെ വിശമാറ്റം എന്നുള്ളതെല്ലാം ഒന്നും നടക്കില്ല. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. ആടി നമുക്ക് നോക്കാം, ഈശ്വരൻ എന്തെങ്കിലും വഴിയാണ് ശരിയാക്കില്ലല്ലോ, മാളു പറഞ്ഞു. ഓർഫനേജിൽ പോയി വന്ന ശേഷം അവരാകെ സങ്കടത്തിലായിരുന്നു. എന്താടി നമ്മൾ ചെയ്യുക? പാവാ കുഞ്ഞുങ്ങൾ ഒരാവശ്യം പറയുമ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നല്ലോ അവരുടെ സ്വപ്നങ്ങൾ. നമുക്കും പണ്ട് ഇതുപോലെ ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എല്ലാ കൂട്ടുകാരും അവരുടെ പാരൻസ് ഓരോന്നും വാങ്ങിക്കൊടുത്തു എന്നും പറഞ്ഞ് സ്കൂളിൽ വന്ന് നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ കിട്ടായിരുന്നു. അതുപോലെ അല്ലേടി ഈ കുഞ്ഞുങ്ങളും? മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം അന്നയുടെയും. അതേടി, നീ പറഞ്ഞൊക്കെ സത്യ. നമ്മൾ ആഗ്രഹിച്ച പോലെയാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഈ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നത്. അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല മോളെ. പാവം, ആ കുഞ്ഞുങ്ങളുടെ സങ്കടം കാണുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഒന്നിനും കഴിയാതെ ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിസ്സാരമായിട്ട് നിൽക്കേണ്ടി വരുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുക. അല്ലടി, നിന്നെ രക്ഷിച്ചില്ല ഒരു ആദിത്യമേനോൻ. അയാൾ പറഞ്ഞില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളെ, നമുക്ക് അയാളോട് സഹായം ചോദിച്ചാലോ? ഏയ് അതൊന്നും ശരിയാവില്ല എന്നെ. അന്ന് എനിക്ക് അത്രയും സഹായം ചെയ്യാൻ അയാൾ കാണിച്ചു തന്നെ വലിയ മനസ്സാണ്. ഇനി അയാളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. വേണ്ട, ആരൊക്കെ വലിയ ആൾക്കാരാ. നമ്മുടെ ചെറിയ സഹായം ചോദിക്കൽ പോലും അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. വേണ്ട. പിന്നെ ഇപ്പം നമ്മൾ എന്താടി ചെയ്യാം? തൽക്കാലം അയാളോട് കടമായിട്ട് ചോദിക്കുക, നമുക്ക് പറ്റുമ്പോൾ തിരിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേടി? പ്ലീസ്, അന്ന പറഞ്ഞു. മാളൊന്നും മിണ്ടിയില്ല. അവളൊരു നിമിഷം ആലോചിച്ചു. അല്ല, അയാളോട് എന്തു പറയാൻ നമ്മൾ കാശ് വാങ്ങുന്നേ? തൽക്കാലം നിനക്ക് കൈക്കോ കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത് ഹോസ്പിറ്റലിൽ കാണിക്കണം, അതിന് കുറച്ച് കാശാവെന്ന് പറഞ്ഞ് നീ ആളെ വിളിച്ച് ചോദിക്കേ. അത് അയാളെന്തെങ്കിലും പറയൂടി? മാളു ചോദിച്ചു. നീ ചോദിച്ചു നോക്ക്. ചോദിക്കല്ലേ? മാളു പറഞ്ഞു. ആടി ചോദിക്കേ, നീ ഇപ്പം തന്നെ അയാളെ വിളിക്കേ, അന്ന പറഞ്ഞു. മാളു ആദ്യം കൊടുത്ത കാർഡ് എടുത്ത് അവൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ സ്പീക്കർ മോഡിലിട്ടു. ഫോൺ റിങ് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കോൾ കണക്റ്റായി. ഹലോ, ആരാ? മറുതൽക്കിൽ നിന്നും ഗാംഭീര്യമുള്ള ശബ്ദം. അത് ഞാൻ മാളവിക. ഏത് മാളവിക? അത് അന്ന് ഇയാളുടെ കാറടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഓ നീയായിരുന്നോ? എന്തിനാ വിളിച്ച്? അത് എനിക്ക് കുറച്ച് കാശ് വേണം. ഞാനെന്താ നിന്റെ ബാങ്കാണോടി? നീ ചോദിക്കുമ്പോൾ കാശ് തരാൻ? ആൾക്ക് ദേഷ്യം വന്നു. അവൾ പല്ലടിച്ച് പിടിച്ചു. അന്നെ അവളെ സമാധാനിപ്പിച്ചു. അത് എൻ്റെ കയ്യിന് അല്ല, എൻ്റെ കാലിനൊരു പ്രശ്നം. ഇയാളല്ലേ കാരണം. കാലുവേദന കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒരു ചെറിയ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് അന്ന് എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? അന്ന് ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കാലുവേദനയാണ്. ഞാനിവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇപ്പോൾ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എന്തായാലും എനിക്കൊരു 50,000 രൂപ വേണം. ഇയാളുടെ കാരണം. അപ്പോൾ ഇയാൾ തന്നെയുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓ മതി, നിനക്കിപ്പോൾ കാശില്ലേ വേണ്ട. നിന്റെ നമ്പർ തന്നെ ഞാൻ GPay ചെയ്തേക്കാം. ശല്യം. അവൻ ഫോൺ കട്ട് ചെയ്തു.
ഏയ് സക്സസ്. അന്നയും മാളവും കൈ കൊടുത്തു. നീ വേഗം അയാളുടെ മനസ്സുമാറുന്നതിന് മുമ്പ് നമ്പർ സെൻഡ് ചെയ്യേ, അന്ന പറഞ്ഞു. മാളു അയാളുടെ നമ്പറിലേക്ക് നമ്പർ സെൻഡ് ചെയ്തു. 10 മിനിറ്റുകളിൽ കാശ് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ആ കാശ് എടുത്ത് ആ ഒരു ഓർഫനേജിലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം മാളു അന്നയും കൂടി ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് തിരികെ വരികയായിരുന്നു. പെട്ടെന്നാണ് അവരുടെ മുമ്പിൽ ഒരു കാർ വന്ന് നിന്ന്. ആരാളാ എന്റെ വണ്ടി ബ്ലോക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ട് മാളു നോക്കിയതും അവളൊന്ന് ഞെട്ടി. ജ്വലിക്കുന്ന കണ്ണുകളുമായി അവൾക്കടുത്തേക്ക് നടന്നു വരുന്ന ആദ്യമാണ് അവൾ കണ്ടത്. കർത്താവേ പെട്ടു, മാളു അറിയാതെ പറഞ്ഞുപോയി. ഡി എന്താടി കാര്യം, ആരായാള്? അവളുടെ വെപ്രാളം കണ്ട് എന്നെ ചോദിച്ചു. എടി അതാണ് സാക്ഷാൽ ആദിത്യമേനോൻ, ഇന്നെല്ലാം പൊളിയും മോളെ. മാളു തലയിൽ കൈവച്ച്. ആദി അവർക്കരികിൽ വന്ന് നിന്നു. അല്ല, ഈ കാലിന് സർജറി കഴിഞ്ഞവർ ഇത്ര പെട്ടെന്ന് വണ്ടി ഓടിക്കുമോ? ആദ്യം മാളുവിനെ നോക്കി ചോദിച്ചു. അത് സർജറി കഴിഞ്ഞില്ല, സർജറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുക ഞങ്ങൾ. മാളു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അതെയോ, എന്നാ മോളുവാ, എനിക്കറിയാവുന്ന ഹോസ്പിറ്റലുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെയാ. നമുക്ക് അവിടെ പോവാം, അവിടുന്ന് സർജറി ചെയ്യാം. അതിനുള്ള ഫുള്ള് ചെലവ് ഞാൻ നോക്കാം. അത് വേണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അത് ഞങ്ങളൊക്കെ സെറ്റ് ചെയ്തു, നിങ്ങൾ പൊക്കോ, മാളു പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടില്ല മോളെ, വാ വന്ന് വണ്ടി കയറേണ്ടാളും. ഇയാളോട് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തോളാം, ഇയാൾ പോയേ. മാളു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോഴേക്ക് ആദ്യം വണ്ടി ഓഫ് ചെയ്ത് കീ എടുത്തിരുന്നു. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നീ പഠിച്ച കളിയാണെന്ന്. എന്തായാലും കൊള്ളാം, ഇല്ലാത്ത കാര്യം പറഞ്ഞ് മാനിമാരുടെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റുന്ന രീതി. ഇതിനേക്കാൾ അന്തസ്സുണ്ടല്ലോടി വഴിയിൽ പിച്ചെടുക്കുന്നവർക്ക്. നല്ല തണ്ടും തടിയുണ്ടല്ലോ, എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുകൂടെ? മറ്റുള്ളവരെ പറ്റിച്ച് തിന്നാ നടക്കുന്നു. ഡോ നിർത്ത്, തന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പലിശയും ചേർത്ത് തന്നോളൂ. അതിനിങ്ങനത്തെ വൃത്തിയിട്ട വാക്കുകൾ പറയണമെന്നില്ല. അയ്യോണി വേണ്ട, ആ കാശ് കൊണ്ട് മോള് നല്ല വൃത്തിക്ക് പുട്ടടിച്ചോ, ഞാനത് വല്ല പിച്ചക്കാർക്കും കൊടുത്തെന്ന് കരുതിക്കോളാം. കേടോടി വൃത്തിയിട്ടവളെ. അതും പറഞ്ഞ് ഈ വണ്ടിയിൽ വെച്ച് അവൻ അവിടുന്ന് പോയി. മാളുവിന് സങ്കടം നിയന്ത്രിക്കാനായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദ്യമായിട്ടാണ് ഒരാളിൽ നിന്ന് ഇത്രയും അപമാനകരമായ വാക്കുകൾ കേൾക്കുന്നത്. മോളെ സോറി, ഞാൻ കാണില്ല ഇപ്പം നീ ഇത്രയും കേൾക്കേണ്ടി വന്ന്. എന്റെ പൊട്ടബുദ്ധിക്ക് അന്ന് അങ്ങനെയൊക്കെ തോന്നിപ്പോയി, സോറി മോളെ. അന്ന അവളോട് സോറി പറഞ്ഞു. അന്ന് സാരല്ല, വാ നമുക്ക് പോവാം, എത്രയും പെട്ടെന്ന് അയാളുടെ കാശ് കൊടുത്തു തീർക്കണം. വീട്ടിലെത്തിയിട്ടും ആദ്യം പറഞ്ഞോർത്താൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒരനാഥയായിരുന്നിട്ട് പോലും ഇങ്ങനെയുള്ള വാക്കുകൾ ഇത്രയും നാൾ ആരിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല. ആർക്കും വേണ്ടാതെ 7 ദിവസം പ്രായമായ ചോരക്കുഞ്ഞിനെ ഓർഫനേജിന് മുമ്പിൽ ഉപേക്ഷിച്ചപ്പോൾ അവിടുത്തെ മദറും സിസ്റ്റേഴ്സും ഒക്കെ ചേർന്നാണ് അവളെ വളർത്തിയത്. തനിക്ക് മാളവിക എന്ന പേര് നൽകിയതും. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് 5 ദിവസം പ്രായമായ അന്നി അവിടെ എത്തിപ്പെട്ടത്. ഒരേ പ്രായത്തിൽ അവിടെ എത്തിയ 2 പേർ. എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു അവർ, പഠനത്തിലും ജോലിയിലുമൊക്കെ. ജോലി കിട്ടിയപ്പോൾ അവരിലൂടെ ഓർഫനേജിലെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കൊരു താങ്ങാവുമെന്ന് കരുതി. പക്ഷെ ജോലി കയറിയിട്ട് വെറും മാസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് അത്ര വലിയ സാലറി ഒന്നുമില്ല. പക്ഷെ തങ്ങൾ അനുഭവിച്ച അതേ ദുഃഖം അവിടുത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് സഹിക്കാനായില്ല. എന്തിനു വേണ്ടി എങ്ങനെ ഒരു ജന്മം തന്ന്? വേണ്ടായിരുന്നെങ്കിൽ ജനിക്കുന്നതിന് മുന്നേ കൊന്നുകളയായിരുന്നില്ലേ? എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണാനും മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കാനും വേണ്ടി ഒരു ജന്മം? അവൾക്ക് വേദന തോന്നി. 2 ആഴ്ചകൾക്ക് ശേഷം ഓഫീസിൽ നിന്ന് അവർ വന്നപ്പോൾ ഓർഫനേജിൽ നിന്നും മദർ വിളിച്ചു. ഓർഫനേജിലേക്ക് പുതിയൊരു സ്പോൺസർ കിട്ടിയിട്ടുണ്ടെന്നും ഇനി എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളൂ എന്നും മദർ പറഞ്ഞു. അന്നയ്ക്കും മാളുവിന് ഒരുപാട് സന്തോഷമായി. വരുന്ന ഞായറാഴ്ച സ്പോൺസർ വരുമെന്നും അപ്പോൾ അന്നയും മാളും ഓർഫനേജിൽ ഉണ്ടായിരിക്കണമെന്നും മദർ അവരോട് പറഞ്ഞു. അവരിരുവരും പോവാമെന്ന് സമ്മതിച്ചു. അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞായറാഴ്ച നേരത്തെ തന്നെ അന്നയും മാളും ഓർഫനേജിലെത്തി. മദർ സന്തോഷത്തോടു കൂടി തന്നെ അവരെ സ്വീകരിച്ചു. അവിടെയുള്ള എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അല്ലില്ലാതെ നടന്നു പോകുമെന്ന് മദർ വിശ്വസിച്ചു. അവിടെയുള്ള മറ്റുള്ളവരും അന്നയ്ക്കും മാളുവിനും അതേ സന്തോഷം തന്നെയായിരുന്നു. 10 മണിയായപ്പോഴേക്കും ഓർഫനേജ് മുമ്പിൽ ഒരു കാർ വന്ന് നിന്നു. എല്ലാവരും അവരെ സ്വീകരിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഇറങ്ങി. അവരെ കണ്ട് അന്നയും മാളും ഞെട്ടി. അവർ പരസ്പരം നോക്കി. മദർ അവരെ സ്വീകരിച്ചു. അവർ അകത്തേക്ക് കയറുന്നതിനിടയിലാണ് ആദ്യം അന്നയെയും മാളുവിനെയും കണ്ടത്. അവന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. അന്നയും മാളുവിനെയും നോക്കി ആദ്യ കൂടെയുള്ള ചെറുപ്പക്കാരനോട് എന്തൊക്കെയോ പറയുന്നവർ ശ്രദ്ധിച്ചു. മദർ അവരെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അപ്പൊ മക്കളെ, ഇതാണ് ഇന്നു മുതൽ നിങ്ങളുടെ സ്പോൺസേഴ്സ്. ഇത് ആദിത്യമേനോൻ, ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അഭിജിത്ത്. ഇവർ 2 പേരും ചേർന്നാണ് നമ്മുടെ ഓർഫനേജിലെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാൻ മനസ്സ് കാണിച്ചേന്. ഇതുവരെ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലില്ലാതെ നടന്നുപോയത് ഈ കുഞ്ഞുങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ്. മദർ അന്നയെയും മാളുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദിയോടും അഭിയോടും പറഞ്ഞു. അവരൊന്നും മനസ്സിലാവാതെ മദറിനെ നോക്കി. ഇവരും ഇവിടുത്തെ കുഞ്ഞുങ്ങൾ തന്നെയാ, ഈ ഓർഫനേജിൽ വളർന്ന കുഞ്ഞുങ്ങൾ. ഇത് മാളവിക. ഇവളെ 7 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഇവളുടെ പാരൻസ് ഈ ഓർഫനേജിന് മുമ്പിൽ ഉപേക്ഷിച്ച്. ഇതന്നെ ഇവൾ 5 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവർ 2 പേരും ഒരാഴ്ചയുടെ വ്യത്യാസത്തിലായി ഇവിടെ എത്തിപ്പെട്ടു. അന്നു മുതൽ ഇവരിവിടുത്തെ കുഞ്ഞുങ്ങളാ. ഇവിടുത്തെ മക്കളായി വളർന്ന് നന്നായി പഠിച്ച് ജോലി വാങ്ങി. ഇപ്പം അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ കൂടുതൽ പങ്ക് അവരിവിടുത്തെ മക്കൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത്. പലപ്പോഴും ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ നെട്ടോട്ട് ഓടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ.
സ്പോൺസേഴ്സ് ഇല്ലാതിരുന്ന സമയത്ത് ഇവർ കഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ കാശ് കിട്ടിയെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഇവർ അതൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് നിറവേറ്റി കൊടുക്കും. വെറും മാസങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ ഇവർ ജോലി കയറിയിട്ട്. പക്ഷേ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇവർ എത്ര രൂപയാണെന്നറിയാൻ ചെലവാക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയായി എന്ന് മാത്രമേ അവർ പറയുന്നു. ഞങ്ങളെ കൊണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റാതെ പോയി. പക്ഷേ അവർക്ക് മുന്നിലുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാതെ പോകരുതെന്ന് ഒറ്റ നിർബന്ധം. അതുകൊണ്ട് മാത്രം ഇവരിതൊക്കെ ചെയ്യുന്നത്. മധുറിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. മധുറിന്റെ വാക്കുകൾ കേട്ട് ആദിക്ക് വല്ലാതെ സങ്കടം തോന്നി. അന്ന് വഴിയിൽ വെച്ച് മാളുവിനോട് പറഞ്ഞ വാക്കുകളാണ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്. തന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവന് മനസ്സിലായി. അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. അവൻ മാളുവിനെ നോക്കി. പക്ഷേ അവൾ മൈൻഡ് ചെയ്തില്ല. കുറെ നേരം അവളോട് സംസാരിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും അവൾ അവന് മുഖം കൊടുത്തില്ല. ആദി എന്താടാ, അവൾ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലേ? കാര്യം അറിയാതെ അവളെ വായി തോന്നിക്ക് വിളിച്ചു പറയുമ്പോൾ ഓർക്കണമായിരുന്നു, അബി പറഞ്ഞു. അത് പിന്നെ ഞാൻ കരുതി അവള് കഴിഞ്ഞു. ഇനി അവളോട് ചെന്ന് സോറി പറഞ്ഞാൽ അവിടെ പിണക്കം മാറ്റാൻ നോക്ക്. അതിനവൾ എനിക്ക് മുഖം തരുന്നില്ലടാ. എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളോട് സംസാരിക്കണം. എന്നാൽ ശരി മദർ, ഞങ്ങൾ ഇറങ്ങുക. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. മാളു അന്നി അവരോടൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ശരി മക്കളെ, പോയിട്ട് വാ, മദർ പറഞ്ഞു. എന്നാൽ ശരി മക്കളെ, നിങ്ങളുടെ നല്ല മനസ്സിന് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മദർ അവരെയും യാത്രയാക്കി. അന്നയും മാളു ഇറങ്ങിയതിന് പിന്നാലെ ആദിയും അഭിയും ഇറങ്ങി. സ്കൂട്ടി എടുത്തു പോയ അന്നയ്ക്കും മാളുവിനും പിന്നാലെ ആദിയും അഭിയും പോയി. കുറച്ചു ദൂരം എത്തിയപ്പോൾ ആദിയുടെ കാർ മാളു ഓടിക്കുന്ന സ്കൂട്ടിക്ക് മുമ്പിൽ വന്നു നിന്നു. ആദിയും അഭിയും കാറിൽ നിന്നിറങ്ങി അവർക്കടുത്തേക്ക് വന്നു. വണ്ടി വഴി നിർത്തി മാറ്റോ. മാളു പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. തന്റെ കാശ് എത്രയും പെട്ടെന്ന് ഞാൻ തന്നു തീർക്കും. അതിന് ഞാൻ നിന്നോട് കാശ് ചോദിച്ചോ മാളു? അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. റിയലി സോറി. പ്ലീസ് മാളു, അതിന്റെ പേരിൽ താൻ എന്നോട് പിണങ്ങിലിടൂ. നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ? വേണ്ട സാർ, എന്നെപ്പോലുള്ള ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് നാണക്കേടാ. അത് വേണ്ട. മാളു, അന്ന് ഇവൻ പറഞ്ഞൊക്കെ താൻ മനസ്സിൽ വെക്കരുത്. ഇവനല്ലേലും ഇങ്ങനെയാ, ഒന്നും ആലോചിക്കാൻ എടുത്തിയാടി എന്തെങ്കിലും പറയും. പിന്നെ ഓർക്കുന്ന എന്താ പറഞ്ഞെന്ന് അബി പറഞ്ഞു. അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതാണോ? അന്നെ ചോദിച്ചു. ഇനിയെങ്കിലും ആരോടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്ക്. അതും പറഞ്ഞ് മാളു വണ്ടി തിരിച്ച് അവിടുന്ന് പോയി. അന്ന് രാത്രി മാളുവിന്റെ ഫോണിലേക്ക് ആദ്യം വിളിച്ചു. ആദ്യം അവൾ ഫോൺ എടുത്തില്ല. അവൻ വീണ്ടും വിളിച്ചു. എന്താ? ആളിത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. മാളു പ്ലീസ്, ഞാൻ പറയുന്നത് ദയവീത് കേൾക്കണം. തനിക്ക് എന്താ അവിടെ പറയാനുള്ളേ? അതെന്താ ക്ഷമിച്ചു എന്നോട് പറയും. മാളു എന്താ ക്ഷമിക്കില്ല എന്നോട്? ആലോചിക്കാം, അവൾ പറഞ്ഞു. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിക്കൂടെ? എന്നെ പോലെ ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് വേണം സാറിന്. ഞങ്ങളൊക്കെ പാവങ്ങളാ, ജീവിക്കാൻ വേണ്ടി പല പണികളും ചെയ്യുന്നവര്, പല മാന്യന്മാരോടും കാശ് വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവര്. അങ്ങനെയുള്ള എന്നെ തന്നെ വേണം കൂട്ടുകൂടാൻ. മാളു പ്ലീസ്, ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന്റെ പേരിൽ ഇനി എന്നെ കുറ്റപ്പെടുത്തലിടൂ. അവളൊന്ന് അയഞ്ഞു. അല്ല, വലിയ ബിസിനസ് മാഗ്നറ്റ് ആദിത്യമേനൻ എങ്ങനെയാ ഓർഫനേജിൽ എത്തിപ്പെട്ട്? അത് ബിസിനസ്സിൽ കുറച്ച് ലാഭം കിട്ടിയപ്പോൾ അത് എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കണം തോന്നി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് തന്റെ ഓർഫനേജിനെ കുറിച്ച് അറിഞ്ഞ്. അപ്പൊ തന്നെ ഞാനോ ബി മദറിനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അല്ല, സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ ഓർഫനേജിൽ സഹായിച്ച അവർക്ക് ഇഷ്ടമായിട്ടില്ല. അവർ കുറെ ചീത്ത പറഞ്ഞു. പക്ഷെ ഞാൻ സമ്പാദിക്കുന്ന കാശ് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്ന അവരോട് പറഞ്ഞു. എന്തിനാ അച്ഛനോട് അമ്മയോടൊക്കെ വഴക്കിയിട്ട്? താൻ കരുതുന്ന പോലെയല്ലോ, അവർക്ക് കാശ് മാത്രം ഇമ്പോർട്ടന്റ്. മറ്റൊരു കാര്യം അവരെന്നോട് സംസാരിക്കില്ല. അവർക്ക് അവരുടെ ബിസിനസ്സും ആണൊക്കെയാ പ്രധാനം. എന്നോടൊരു 5 മിനിറ്റ് പോലും സ്നേഹത്തോടെ സംസാരിക്കാൻ അവർക്ക് കണ്ടുപിടിക്കാൻ സമയമില്ല. ആകെ എന്നെ മനസ്സിലാക്കിയാൽ സ്നേഹിക്കുകയും ചെയ്യുന്നത് അവനാ, അബി. അവളൊന്ന് മൂളി. അപ്പൊ തനിക്കെന്നുള്ള പിണക്കവും പരിപോക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? ആദി ചോദിച്ചു. ആളൊന്ന് മൂളുക മാത്രമാണ് ചെയ്തു. ഞാൻ ഇടയ്ക്കൊക്കെ തന്നെ വിളിക്കുന്നതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആദി അവളോട് ചോദിച്ചു. ആദിയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവന്റെ അവസ്ഥയോർത്ത് അവൾക്ക് പാവം തോന്നി. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവരുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ തന്റെ അതേ അവസ്ഥയിലാണ് അവനെന്ന് അവൾ ഓർത്തുപോയി. ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? ആദി വീണ്ടും അവളോട് ചോദിച്ചു. കേട്ടു. ഓക്കെ, കുഴപ്പമില്ല, താൻ വിളിച്ചോ. താങ്ക്സ്. ആദ്യം അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്കൊക്കെ അവൻ അവൾ വിളിച്ച് സംസാരിക്കും. അവൾ വിളിക്കുമ്പോഴൊക്കെ അച്ഛനും അമ്മയും തന്നോട് സ്നേഹത്തോടെ സംസാരിക്കുകയോ തന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത അവന് വല്ലാത്ത സങ്കടമാണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നി. അവനത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോഴൊക്കെ അവൻ അത് അവളുടെ തിരക്ക് കാരണമാണെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർ തമ്മിലൊരു സൗഹൃദം രൂപപ്പെട്ടു. ആദ്യമായി മാത്രമല്ല, അഭിയുമായും അവളും അന്നയും നല്ല കൂട്ടായി. അങ്ങനെ അവർ 4 പേരും നല്ല കൂട്ടുകാരായി മാറി. ഇടയ്ക്കൊക്കെ ആദ്യം അബി ഓർഫനേജ് വരാറുണ്ട്. മിക്കവാറും അന്നയ്ക്കും മാളുവിനൊപ്പമാണ് അവർ അവിടേക്ക് വരുന്നത്. അവരുടെ സൗഹൃദം 1 വർഷം പിന്നിട്ടു. ഇതിനിടയിൽ മാളുവിനെ അന്നയെ അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അവർ തന്നെ ബ്രാഞ്ചായ മറ്റൊരു സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു അത്. മാസത്തിൽ 1-2 തവണ മാത്രമേ അവർ നാട്ടിലെത്തുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ ആദ്യ അഭിയുമായുള്ള സൗഹൃദം ഫോൺ വിളിയിലൂടെ മാത്രമായി. മാസത്തിൽ 1 തവണ മാത്രമാണ് അവർ കാണാനുള്ള അവസരം കിട്ടുന്നത്. അത് മിക്കവാറും ഓർഫനേജ് വെച്ചായിരിക്കും.
നാട്ടിലെത്തുമ്പോൾ അന്നയും ആളും ഓർഫനേജിലെ കുട്ടികളുമായി അവർ കിട്ടുന്ന സമയം ചെലവഴിക്കാറുണ്ട്. അപ്പോൾ അവരോടൊപ്പം അബിയും ആദ്യം കൂടാറുണ്ട്. ജോലി തിരക്കാരന് ഇപ്പോൾ 3 മാസമായി മാളു അന്നയും നാട്ടിലേക്ക് വന്നിട്ട്. തിരക്കാരന് പലപ്പോഴും ആദ്യ അബിയുമായുള്ള സൗഹൃദം പുതുക്കൽ പലപ്പോഴും മെസ്സേജുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. ആദ്യം ആളുവിനെ വിളിക്കുമ്പോഴൊക്കെ അവൾ തിരക്കാണ്, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് മിക്കവാറും ഫോൺ വെക്കാറുണ്ട്. അബി കൂടുതൽ അന്നയാണ് വിളിക്കാറ്. അവർ തമ്മിലായിരുന്നു കൂടുതൽ സൗഹൃദം എന്ന് പറയാനാവില്ല. അബിക്ക് അന്നയോടൊരു ചെറിയ ഇഷ്ടമുണ്ട്. അവൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വിളിക്കുമ്പോൾ അന്ന അവനോട് സംസാരിക്കാറുണ്ട്. അന്നയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ജോലി മാളുവിനാണുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ആദ്യയുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ അവൾ കഴിയാറില്ല. അബിയുടെ കോള് അന്ന അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ മാളു തന്നെ അവോയ്ഡ് ചെയ്യാണെന്ന് പലപ്പോഴും ആദ്യക്ക് തോന്നാറുണ്ട്. അത് അവൻ മെസ്സേജിലൂടെ അവളോട് അറിയിക്കാറുമുണ്ട്. പക്ഷെ തനിക്ക് ജോലി തിരക്കാണെന്നും അന്നേക്കാൾ കൂടുതൽ ജോലി തനിക്കുണ്ടെന്നും മാളു ആദ്യയോട് പറയാറുണ്ട്. 4 മാസത്തോളമായി ഇപ്പോൾ അവർ പരസ്പരം കണ്ടിട്ട്. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി അവരെ കാണാൻ ആദ്യ അബിയും തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അബി അന്നയോട് അവിടെ ലൊക്കേഷൻ ചോദിച്ച് മനസ്സിലാക്കി. അന്ന് തന്നെ ആദ്യ അബി അവർ കാണാനായി പുറപ്പെട്ടു. ലഞ്ച് ബ്രേക്കിന്റെ ടൈമിലാണ് ആദ്യ അബി അവർ പറഞ്ഞ ലൊക്കേഷനിലെത്തിയത്. അവരുടെ ഓഫീസിന് പുറത്തുനിന്ന് അബി അന്നയെ വിളിച്ചു. ഈ മാളും ആദ്യ അബി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയോ? എങ്ങനെ? അത് അബിനോട് വിളിച്ച് ലൊക്കേഷൻ ചോദിച്ചിരുന്നു ഇന്ന് രാവിലെ. എന്നിട്ട് അവരുടെ ഓഫീസിന് പുറത്തുണ്ട്. എന്നാൽ ക്യാൻറ്റീനിലോട്ട് വരാൻ നീ പറയും. ഓക്കെടി. അന്ന അബിയെ വിളിച്ച് ക്യാൻറ്റീനിലേക്ക് വരാൻ പറഞ്ഞു. അന്നയും ആളും നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. അവർ ക്യാൻറ്റീനിലെത്തിയപ്പോൾ അബിയും ആദ്യം അവിടെ ഉണ്ടായിരുന്നു. രാവിലെ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അന്ന പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് കരുതി. അബി പറഞ്ഞു. 4 മാസം കൊണ്ട് ലീവ് എടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് എന്ത് വലിയ തിരക്കാണ് നിങ്ങൾക്കുള്ളത്? അബി ചോദിച്ചു. കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് വർക്ക് നന്നായിട്ട് അറിയാവുന്ന കുറച്ച് പേര് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പം ഞങ്ങൾ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഒന്ന് സെറ്റായി വരേണ്ടതൊക്കെ. അന്ന പറഞ്ഞു. അല്ല, ആദ്യം എന്തോന്നും സംസാരിക്കാൻ മിണ്ടാണ്ടിരിക്കുന്നേ? അന്ന ചോദിച്ചു. അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവൻ ഇങ്ങോട്ട് വന്നു. അബി പറഞ്ഞു. അതെന്താ ആദ്യം? അന്ന ചോദിച്ചു. ഇവൻ വിളിക്കുമ്പോൾ ഇവള് ഫോൺ എടുക്കുന്നില്ല, അത് തന്നെ കാരണം. അബി മാളുവിനെ നോക്കി പറഞ്ഞില്ലേ അബി, ഞാൻ ഇവിടെ എന്നെക്കാൾ കൂടുതൽ ജോലിയുള്ള മാളുവിനാ. സത്യം പറഞ്ഞാൽ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല. അന്ന പറഞ്ഞു. അന്ന അബിക്കരികിലിരുന്നു. മാളു ആദിക്കരികിലും. അപ്പൊ സാറിനോട് പിണക്കാണെന്നാണോ അബി നീ പറയുന്നേ? മാളു ആദിയെ നോക്കി അബിയോട് ചോദിച്ചു. ഇനി നിന്നോട് സംസാരിക്കില്ലെന്നാ ഇവൻ പറഞ്ഞേക്കുന്നത്. അബി പറഞ്ഞു. അതെയോ, അങ്ങനെയാണ് ആദി? മാളു അവനെ നോക്കി. പക്ഷെ അവനൊന്നും മിണ്ടാതെ മറ്റെവിടേക്കോ നോക്കിയിരുന്നു. ആദ്യം ഞാൻ തന്നോട് ചോദിക്കുന്നത്, ഇവിടുത്തെ പെൺപിള്ളേരൊക്കെ പിന്നെ വായി നോക്കാം. ആദ്യം ഞാൻ ചോദിച്ചിരുന്ന നീ ആൻസർ പറയും. നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരോടൊക്കെ വെറുതെ എന്തിനാ സംസാരിച്ച് അവർ കൂടി ബുദ്ധിമുട്ടിക്കുന്നേ? ആദ്യം എവിടെയാ നോക്കി അവളോട് പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നോക്കെ. സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരോട് പിന്നെ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നീ അന്ന, ഞാൻ അതേ അപ്പുറത്തുണ്ടാവും. നീ അബിയോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വായോ. ഹലോ ജെറി. അതും പറഞ്ഞ് അവൾ അടുത്ത ടേബിളിൽ നിന്ന് ജെറിൻ്റെ അടുത്തേക്ക് പോയി. എന്നതോടെ പരിപാടി? ജെറിനും മറ്റു ഫ്രണ്ട്സിനപ്പോൾ ചെന്നിരുന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് റെഡി, ചുമ്മാ. നീ കഴിക്കുന്നില്ലേ? പിന്നില്ലാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റില്ല. എന്നാ നിങ്ങൾ കഴിക്കുന്നേ? ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. നിനക്ക് കൂടി പറയട്ടെ? ജെറിൻ ചോദിച്ചു. അത് പിന്നെ ചോദിക്കണോടാ, അങ്ങോട്ട് പറയൂ. ചേട്ടാ ഒരു ബിരിയാണി കൂടി, ജെറിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജെറിന്റെ തോളിൽ കൈയിട്ട് അവനോട് സംസാരിക്കുന്ന മാളുവിനെ കണ്ട് ആദിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. ഇതൊക്കെ കണ്ട് വായ പൊത്തി പിടിച്ച് ചിരിയോടെ ഇരിക്കുകയാണ് അഭിയും അന്നയും. ആദി വേഗം ചാടി എഴുന്നേറ്റ് മാളുവിനടുത്തേക്ക് പോയി. മാളു, നീ മാളു, അവൻ വിളിച്ചു. പക്ഷെ അവൾ മൈൻഡ് ചെയ്തില്ല. ഇതാരാ മാളു? ജെറിൻ ആദിയെ കണ്ട് ചോദിച്ചു. അത് നമ്മുടെ അന്ന കൊച്ചിന്റെ ഫ്രണ്ടാടാ. അതുകൂടി കേട്ടതോടെ ആദിയുടെ സകല നിയന്ത്രണവും പോയി. ഞാൻ ആരുടെ ഫ്രണ്ടാന്ന് അവൻ അവളോട് ചോദിച്ചു. അതെ, ഞാൻ മര്യാദക്ക് വന്ന് സംസാരിക്കായിരുന്നപ്പോൾ എന്നോട് വലിയ ചാടാണിച്ച് മിണ്ടാണ്ടിരുന്നല്ലേ. ഇനി കുറച്ച് സമയം അവിടെ ഇരിക്കും. ഞാൻ ഇവരോട് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം. അപ്പൊ നിനക്ക് എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ മാളു? ഇന്നലെ കണ്ട ഇവരൊക്കെ? ആദി ചോദിച്ചു. ഇവരൊക്കെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ ഇവരെ മാറ്റുന്നത് എനിക്ക് പറ്റില്ല. ഇവരെ ഇന്ന് എന്നോടൊപ്പം ഉള്ളു, അവൾ പറഞ്ഞു. ജെറിൻ പറയടാ, നിന്റെ വീട് പണി എന്തായി? അവൾ ജെറിന് നേരെ തിരിഞ്ഞു. ഇത് കണ്ട ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. ശേഷം അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. വീട്ടന്നെ അവൾ അവന്റെ കയ്യിലെ പിടിപിടിക്കാൻ നോക്കി. പക്ഷെ കഴിഞ്ഞില്ല. ഞാൻ നിനക്ക് ആരുമല്ലേ, നിനക്ക് മറ്റുള്ളവരെ കഴിഞ്ഞിട്ടേ ഉള്ളല്ലേടി ഞാൻ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ അധരങ്ങൾ കവർന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇങ്ങനൊരു നീക്കം അവനിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല, അബി പോലും. അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ച മാളുവിന്റെ കൈകൾ അവൻ പിന്നിലാക്കി ലോക്ക് ചെയ്തു. അവളുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ അടഞ്ഞുപോയി. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളുടെ അധരങ്ങൾ വേർപ്പെടുത്തി. ശേഷം അവളെ തന്നിലേക്ക് തന്നെ ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളോട് പറഞ്ഞു. നിനക്ക് ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാനാവണം, ഞാൻ മാത്രം. അത് കഴിഞ്ഞിട്ട് മതി മറ്റാരും മറ്റെന്തും. മനസ്സിലായ നിനക്ക്? ഇതും പറഞ്ഞ് അവൻ അബിക്ക് നേരെ തിരിഞ്ഞു. അബി, നീ വരുന്നുണ്ടോ? ഇതും പറഞ്ഞ് ആദ്യം പുറത്തേക്ക് പോയി. ഇനി അവിടെ ഇരിക്കുന്ന പന്തിയിലെന്ന് തോന്നിയ അബിയും അന്നയോട് യാത്ര പറഞ്ഞ് അവന്റെ പുറകെ പോയി. അവിടെ ഉണ്ടായിരുന്നവർക്ക് ഇങ്ങനെ ഒരു കാഴ്ചയുടെ ഷോക്കിൽ തന്നെയായിരുന്നു കുറേ സമയം.
പിന്നെ ചോദിച്ചവരോടൊക്കെ അബിയും ആദിയും ആരാണെന്നും അവരെങ്ങനെ പരിചയപ്പെട്ടെന്നും അവരുടെ സൗഹൃദം അവർ പറഞ്ഞു. എന്തായാലും കൊള്ളാൻ കിട്ടും ആള്, നിനക്ക് പറ്റിയ ആള് തന്നെയാ. ഒരു ചിരിയോടെ ജെറിൻ പറഞ്ഞു. അതെ അതെ, ഈ പോക്കാണെങ്കിൽ അവനെ കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ മോളെ, നിനക്ക് പ്രസവിക്കാനും സമയം ഉണ്ടാവും. പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയാണെങ്കിൽ പൊന്നു മോളെ, അല്ലാത്ത സമയത്ത് എങ്ങനെയായിരിക്കും നിന്റെ കാര്യം? പോക്കാ പൊന്നു മോളെ, ഗോവിന്ദ് പറഞ്ഞു. പോടാ പട്ടി. അതും പറഞ്ഞ അവൾ അവിടെ നിന്ന് പോയി. അതെന്റി നീ എന്താണ് ഈ കാണിച്ചേ? പോകുന്ന വഴി അബി ആദ്യം പൊരിക്കുകയാണ്. എന്താടാ, ഞാൻ എന്റെ പെണ്ണിനെ ഒന്നും ഉമ്മ വെച്ചിന് നിനക്കെന്താ? ഓ, നിന്റെ പെണ്ണാണെന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവള് പറഞ്ഞോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? ആദിയുടെ കാലം പെട്ടെന്ന് ബ്രേക്കിലാ മറന്നു. എന്താടാ തെണ്ടി നീ വണ്ടി നിർത്തിയേ? അബി ചോദിച്ചു. അബി അവൾക്ക് ഇഷ്ടമുണ്ടാവില്ലടാ. അവന്റെ ശബ്ദം നേർത്തിരുന്നു. നിന്നെ വിഷപ്പിക്കാനല്ല ഞാൻ പറഞ്ഞു. ഒരു ദിവസമെങ്കിലും നീ അവളോട് ചോദിച്ചിട്ടുണ്ടോ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന്? അല്ലെങ്കിൽ അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന്? ഒന്നും അറിയാതെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്താ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവളെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തമാണെന്ന് കരുതിയോണ്ടാ ഞാൻ അങ്ങനെ. നീ പറഞ്ഞപ്പോഴേ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ച്. അവള് ഇതിൻ്റെ പേരിൽ അവൾ എന്നോട് പിണങ്ങോടാ. നീ ടെൻഷൻ അടിക്കാണ്ട്, കുറച്ച് കഴിയട്ടെ, നമുക്ക് അന്നയെ വിളിച്ച് സംസാരിക്കാം. ആറ് വീട്ടിലെത്തിയ ശേഷം അബി അന്നയെ വിളിച്ചു. എന്താ? കുറച്ച് ഗൗരവത്തിലായിരുന്നു അന്ന. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം, അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ കൂട്ടുകാരൻ ചെയ്തു വെച്ച് അന്ന പറഞ്ഞു. അവനങ്ങനെ പറ്റിപ്പോയി. അവളോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവന്. കുറേ നാളായിട്ട് അവന് വിളിക്കാതെ വന്നപ്പോൾ അവന് ഒത്തിരി സങ്കടമായിരുന്നു. അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് മാറിയെന്ന് മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നോണ്ടല്ലേ അവനങ്ങനെ. ഇഷ്ടമുണ്ടെന്ന് കരുതി ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കയറി ഉമ്മൊക്കെയാണ് ചെയ്യേണ്ടത്? പ്ലീസ്. അവനിപ്പോൾ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. അവളിനോട് പിണങ്ങുന്ന പേടിയാണ്. നിനക്കറിയാമല്ലോ, സ്വന്തം അച്ഛനും അമ്മയും പോലും കാണിക്കാതെ സ്നേഹം അവളിൽ നിന്ന് കിട്ടിയപ്പോൾ അവനെന്താ അവിടെ ഒരു പ്രത്യേക അടുപ്പം തോന്നി. അവൾ ഇന്നും അവൻ്റെ കൂടെ വേണമെന്ന് തോന്നി. നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക. അവനിന്ന് വിളിക്കാൻ പറയാം അവളോട്, പ്ലീസ് അന്ന. അവൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് മോളെ ഒന്ന് പറയും. അല്ലെങ്കിൽ അവൾക്ക് ഫോൺ എടുക്കും, ഞാൻ പറയാം. വേണ്ട ഞാൻ പറഞ്ഞോളാം. ശരി, നിങ്ങൾ എത്തിയോ? എത്തി. ഓക്കെ അബി, ഞാൻ വിളിക്കാം. ശരിടി. നീ ടെൻഷൻ അടിക്കാതെ, അവള് വിളിക്കും. അവളെന്നെ വിട്ട് പോവടാ. നീ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ ആദ്യം. അവൾ വിളിക്കും, അവൾക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അവൾക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, നീ അവൾ കയറി ഉമ്മ വെച്ചപ്പോൾ തന്നെ അവൾ നിന്റെ കാരണം പോച്ചേനെ. അവൾക്ക് നിന്നെ ഇഷ്ടമുണ്ടാവൂടാ. നീ കേട്ടല്ലോ അല്ലേ മാളു അബി പറഞ്ഞോക്കെ? ആദിക്ക് വേണ്ടി ഞാൻ വക്കാലത്ത് പിടിക്കാൻ നീ കരുതിരുന്നു മോളെ. അബി പറഞ്ഞതിന് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം പോലും അവന് കിട്ടിയിട്ടില്ല. അതൊക്കെ നിന്നിലൂടെ അവന് കിട്ടിയത്. അവനെ ആകെ സ്നേഹിക്കുന്ന ഒരാൾ അഭി മാത്രമായിരുന്നു. ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ? നിന്നോട് അവനൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് പ്രണയമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നിനക്കത് മനസ്സിലായില്ല മോളെ. അവൻ്റെ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് പോലും അവന് കിട്ടാത്ത സ്നേഹം നീ അവന് കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ നിനക്ക് പറ്റുമാളൂ? അല്ലടി എന്നെ കൊച്ചേ, നീ പറഞ്ഞ് എങ്ങോട്ടാ കയറിപ്പോന്ന്? എനിക്കെന്താ പ്രശ്നം? നിനക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ലേ? എൻ്റെ പൊന്ന എന്നെ കൊച്ചേ, നീ ഒന്ന് അടങ്ങൂന്നേ. ഞാൻ പറഞ്ഞോട്ടെ. എന്ത് പറഞ്ഞോട്ടേന്ന്? തോക്കിൽ കയറി വെടിവെക്കല്ലേ എൻ്റെ പൊന്നുമോളെ. ഞാൻ പറയാം. പറയും. നീയും അഭിയും പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേടി. അവനോട് സംസാരിക്കുമ്പോൾ എപ്പോഴേക്കും എൻ്റെ മനസ്സും കൈവിട്ടു പോയിട്ടുണ്ട്. ശരിക്കും അവൻ്റെ സംസാരം, അവൻ്റെ കരുതലൊക്കെ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അവനെൻ്റെ സ്വന്തമായിരുന്നെങ്കിലെന്ന്. പക്ഷെ ആരോരില്ലാത്ത അനാഥരായ നമുക്കൊന്നും ആഗ്രഹിക്കാനുള്ള അർഹതയില്ലല്ലോ മോളെ. അപ്പം എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ കടിഞ്ഞാനിട്ടു. പലപ്പോഴും ഞാൻ ആദ്യം അവോയ്ഡ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം എന്നെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്ന് അറിയോ നിനക്ക്? പക്ഷെ അവനോട് സംസാരിക്കാണ്ടിരുന്നപ്പോൾ കുറച്ച് സങ്കടം തോന്നി. അപ്പം അവനൊന്ന് വട്ടാക്കാൻ വേണ്ടി ഞാൻ ജെറിൻ്റെ അടുത്ത് പോയിരുന്നു സംസാരിച്ച്. അവൻ അങ്ങോട്ട് വരുന്നു, എന്നോട് സംസാരിക്കാൻ വരുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എൻ്റെ പൊന്നു മോളെ, അവനെന്നെ കയറി ഉമ്മ വയ്ക്കുന്ന ഞാൻ കരുതിയോടി. അതും അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. പെട്ടെന്ന് സന്തോഷമാണോ സങ്കടമാണോ എന്താ ഫീലിങ്സ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്നും പ്രതികരിക്കാഞ്ഞത്. എടി പൊന്നുമോളെ, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ പുല്ലേ? അവ ഇത്രയും സംസാരിച്ചിട്ട് നീ ഒന്നും മിണ്ടാത്ത? ശരി, പാവോടെ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുക. അവനെ സങ്കടപ്പെടുത്താന്ന് വിളിക്കും മോളെ. ഇല്ല, വിളിക്കില്ല ഞാൻ. ഞാനൊന്ന് പറയട്ടെ. അവനെ വിളിക്കുന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ രണ്ടുപേരും നാളെ നാട്ടിൽ പോകുന്നു. ഞാൻ അവനെ നേരിട്ട് സംസാരിക്കുന്നു. ഓക്കെ? അതിന് ലീവ് ഇട്ടുണ്ടെടി. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോളെ. ഒരാഴ്ചത്തെ ലീവുണ്ട് നമുക്ക്. എടി നീ എന്തൊക്കെയാ പറയുന്നേ? ഒരാഴ്ചയോ? അതെടി മോളെ, ഞാൻ MD-യോട് പറഞ്ഞ ഒരാഴ്ചത്തെ ലീവ് വാങ്ങിയിട്ടുണ്ട്. എന്നാലും 4 മാസമായി നമ്മൾ നാട്ടിൽ പോയിട്ട്. ഞാൻ പറഞ്ഞ ഫ്രണ്ടിൻ്റെ കല്യാണം, അതുകൊണ്ട് പോയേ പറ്റൂന്ന്. ഇന്ന് ഈവനിങ്ങിന് മുമ്പ് ലീവ് സാങ്ഷനായി. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പത്തിന് അഭിയെ വിളിച്ച് പറയട്ടെ. അവനെങ്ങാനും വിളിച്ച് പറയാൻ നിന്നെ കൊല്ലും ഞാൻ. ആരും അറിയണ്ട. നമ്മൾ നാളെ അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി. എന്നാ ഓക്കെ. അന്ന് രാത്രി ആദ്യം വിളിച്ചെങ്കിലും മാളു ഫോൺ എടുത്തില്ല. അബി അവൾ വിളിച്ചു നോക്കി. അബിയുടെ കോൾ അവൾ അറ്റൻഡ് ചെയ്തില്ല. ആദ്യം മാളുവിൻ്റെ വാട്സപ്പിലേക്ക് കുറേ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ അവളോട് സോറി പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളായിരുന്നു. അതൊക്കെ നോക്കി അവളൊരു ചെറുചിരിയോടെ ഇരുന്നു. പിറ്റേ ദിവസം ആരോടും പറയാതെ അന്നയും മാളും നാട്ടിലേക്ക് തിരിച്ചു. അവർ നേരെ പോയത് ഓർഫനേജിലേക്കാണ്. മദറിനെയും കുട്ടികളെയും കണ്ടതിന് ശേഷം പിന്നെ പോയത് ആദിയുടെ ഓഫീസിലേക്കാണ്. അവരെ കണ്ടത് അഭി അത്ഭുതപ്പെട്ടു. നിങ്ങളിവിടെ? എന്താ ഞങ്ങൾക്കിവിടെ വന്നൂടെ? മാളു ചോദിച്ചു.
അയ്യോ അതിലടി നിങ്ങൾ ലീവ് കിട്ടിയോ? അതൊക്കെ കിട്ടി. അല്ല ആദി സാർ എവിടെ? മാള് ചോദിച്ചു. അവൻ ക്യാബിലുണ്ട്. ഇന്നലെ മുതൽ ഭയങ്കര സങ്കടത്തിലാ. അത് സാരില്ല, അതൊക്കെ ഇവള് മാറ്റിക്കോളൂ അന്നെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവൾക്ക് അവനോട് ദേഷ്യമൊന്നുമില്ലേ? അന്നയും മാളും ചിരിച്ചു. അതൊക്കെ എൻ്റെ അഭിമോനെ ഞാൻ പറഞ്ഞുതരാം, വാ എൻ്റെ ക്യാബിലേക്ക് അന്നെ പറഞ്ഞു. ഓക്കെ വാ. അനു അബിയുടെ കൂടെ ക്യാബിനിലേക്ക് പോയി. മാളും ആദിയുടെ ക്യാബിനിലേക്കും പോയി. ആ ഓഫീസിലുള്ളവർക്ക് പരിചിതരാണ് അന്നയും മാളും. മാള് ക്യാബിന് മുമ്പിൽ നിന്ന് ഡോർ നോക്ക് ചെയ്തു. യെസ്. അകത്തുനിന്ന് അനുവാദം കിട്ടി. അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൾ അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു. അവനവളെ കണ്ടില്ല. അവൾ നേരെ പോയി അവന് മുമ്പിലുള്ള ചെയറിലിരുന്നു. ഒരനക്കവും കേൾക്കാത്തതുകൊണ്ട് ആദ്യം തലയുയർത്തി നോക്കി. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തന്റെ മുന്നിൽ മാളും. അവനൊരു നിമിഷം ഒന്ന് ഞെട്ടി. എന്നിട്ട് മുഖത്ത് ഗൗരവം വരുത്തി വീണ്ടും ലാപ്പിലേക്ക് നോക്കിയിരുന്നു. മാളുവിന് മനസ്സിലായി അവന് തന്നോട് പരിഭവമാണെന്ന്. ഹലോ ആദി സാർ, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന ഭാവിയെടുക്കെങ്കിലും ഒന്ന് കാണിക്കണം. അവനൊന്നും മിണ്ടിയില്ല. അവൾക്ക് ദേഷ്യം വന്നു. ആദി ഞാൻ വന്ന് നീ കണ്ടില്ലേ? അവനൊന്നും മിണ്ടിയില്ല. അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് പോയി. അവൻ്റെ കയ്യിൽ പിടിച്ച് അവനോട് ചോദിച്ചു. അതെ നീ എന്താ എന്നോട് മിണ്ടാത്തേ? ഒന്നും മിണ്ടാതിരിക്കുന്നത് നല്ലത്. എന്തെങ്കിലുമൊക്കെ മിണ്ടിപ്പോയാലേ എൻ്റെ കൺട്രോൾ മുഴുവൻ പോകും. അതുകൊണ്ട് കുറച്ച് അകലം പാലിക്കാൻ നല്ലതാ. ഇയാളെപ്പോഴാണ് നാട്ടിൽ നിന്ന് എത്തിയേ? അവൻ്റെ ഇയാളെന്ന വിളിയിൽ അവൾക്ക് എന്തോ അകലിച്ച് തോന്നി. ആദി നീ എന്ന വിളിയിൽ നിന്നും ഇയാളെന്നതിലേക്ക് അയ്യല്ലേ നിനക്ക് ഞാൻ? അവൻ തലയുയർത്തി അവളെ നോക്കിയ ശേഷം വീണ്ടും ലാപ്പിലേക്ക് നോക്കിയിരുന്നു. ആദ്യം തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്താ, പട്ടി വിറ്റെടുക്കാണോ? അവൾ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. നിനക്ക് എന്താ വേണ്ട മാളും? ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലേ? നീ ജോലി ചെയ്തോ, പക്ഷെ എനിക്കൊരു കാര്യം പറയണം. ആ നീ പറഞ്ഞോ. അവൻ അവളോട് താല്പര്യമില്ല പറഞ്ഞു. ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ തിരിച്ചു കൊടുക്കുന്ന എനിക്കിഷ്ടം, ഒന്നും കടം വയ്ക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതും പറഞ്ഞ് അവൾ അവനിലേക്ക് കുനിഞ്ഞ് അവൻ്റെ അധരങ്ങൾ കവർന്നു. അവളുടെ പെട്ടെന്നുള്ള ആ നീക്കത്തിൽ അവനൊന്ന് ഞെട്ടിപ്പോയി. കുറച്ച് സമയമെടുത്തു അവൻ സ്വഭാവത്തിലേക്ക് വരാൻ. അപ്പോഴും അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങൾ നുകരുകയായിരുന്നു. അവൻ അവളെ തള്ളി മാറ്റി. എന്താ നിനക്ക് അർത്ഥം? അവൻ അവളോട് ചോദിച്ചു. ഇതിൻ്റെ അർത്ഥം നിനക്ക് ഇതുവരെ മനസ്സിലായില്ല ആദി. ആൾ അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർന്ന് അവൻ്റെ മടിയിലിരുന്നു. നിനക്കെന്നെ ഇഷ്ടമാണോ ആള്? ആദ്യം എനിക്ക് നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. പിന്നെന്താ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാമെന്ന്? എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാത്ത ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയും നിനക്ക്? അത് പിന്നെ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ കയറി ഉമ്മച്ചാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്നോട് ഇഷ്ടം പറയുന്നതിന് മുന്നേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ആദി. എപ്പോഴേക്കാണ് നീ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ. നിന്നെ സ്നേഹിക്കാനും ആഗ്രഹിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ലല്ലോ. അത് കരുതിയാ ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്, അകലം പാലിച്ച്. ആരടി പറഞ്ഞു നിനക്കെന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കാനുള്ള യോഗ്യത ഇല്ലാന്ന്? നിനക്ക് മാത്രമേ ഉള്ളൂ അതിനുള്ള യോഗ്യത, എൻ്റെ മാളുവിന് മാത്രം. എനിക്ക് ജന്മം തന്നവർ പോലും എന്നോട് സ്നേഹം കാണിക്കാതിരുന്നപ്പോൾ അവരുടെ സ്നേഹവും കരുതലൊക്കെ എനിക്ക് തന്നത് നീയല്ലേ? എന്നെ മനസ്സിലാക്കിയത്, എന്നെ സ്നേഹിച്ചത് ഒക്കെ നീയല്ലേ മാളു? അപ്പം എൻ്റെ പെണ്ണാവാനുള്ള, എൻ്റെ പാതിയാവാനുള്ള യോഗ്യതയും നിനക്ക് മാത്രമാണ്. നിന്റെ വീട്ടുകാരൊരിക്കലും എന്നെ അംഗീകരിക്കില്ല ആദി. അവർക്ക് വേണ്ട സ്വത്തും പണവും കുടുംബ മഹിമയൊക്കെ ഉള്ളൊരു പെണ്ണിനെയാണ്. എന്നെ പോലെ ഒരു അനാഥയെ നിന്റെ വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട് ആദി. അത് പറയാൻ അവർക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇത്രയും നാളിനിടയ്ക്ക് എന്നോട് സ്നേഹത്തിലൊരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എന്നെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ? എപ്പോഴും സെർവൻസ് ആയിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അച്ഛനും അമ്മയും ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് ഉറങ്ങിയൊന്നും അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് എനിക്ക്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ തീരുമാനിക്കാനുള്ള അവകാശവും അവർക്കില്ല. ഈ ആദിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഈ മാള് മാത്രമായിരിക്കും. അത്രയും ഉറപ്പ് വരെ നിനക്ക്. അവനവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മതി, ഇത്രയും ഉറപ്പ് മതി എനിക്ക്. എന്നെ സ്നേഹിക്കാനും എനിക്ക് സന്തോഷം നൽകാനും പിന്നെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനൊക്കെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. അവളുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ നിറഞ്ഞുപോയി. ഏയ് എന്തിനാ കറിയുന്നത്? എന്നും എൻ്റെ പെണ്ണിനൊപ്പം ഞാനുണ്ടാവും, നിന്നെ മാത്രം ആദ്യമായിട്ട് പോരെ. അവനവളുടെ നെറുകിൽ ഉമ്മ വെച്ച് അവളെ തന്നെ മാറോട് ചേർത്തു. അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങളാൽ മൂടി. അവൾ അവൻ്റെ മാറിൽ തലയാഴ്ച കിടന്നു. അപ്പോഴേ ഇത് ഓഫീസ് ക്യാബിനാ, അല്ലാതെ നമ്മുടെ ബെഡ്റൂം അല്ല. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവളൊരു ചിരിയോടെ അവൻ്റെ മാറിൽ മുഖം ചേർത്തു. ആദിയുടെയും അഭിയുടെയും നിർബന്ധത്തിൽ അന്നയും ആളും അവരുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അവരിപ്പോൾ ആദിയുടെ കമ്പനിയിലാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് രണ്ടുപേരും. ജോയിൻ ചെയ്ത ദിവസം തന്നെ അവർ ഡിപ്പാർട്ട്മെന്റ് ഹെഡാക്കിയത് അവിടെയുള്ള ചിലർക്കൊക്കെ അസൂയുണ്ട്. പക്ഷെ അവരാരും അത് കാര്യമാക്കിയില്ല. അങ്ങനെ ഓഫീസ് ക്യാബിനുകളിൽ ആദിയുടെയും മാളുവിന്റെയും അഭിയുടെയും അന്നയുടെയും പ്രണയം പൂത്തു തളിർത്തു. അഭിയുടെ വീട്ടിൽ അന്നയുമായുള്ള വിവാഹകാര്യം പറഞ്ഞു. അവന്റെ വീട്ടിൽ എല്ലാവർക്കും സമ്മതമായിരുന്നു. എന്നാൽ ആദിയുടെ അച്ഛനും അമ്മയും അത് എതിർത്തു. അവർക്കൊരു അനാഥ പെണ്ണിനെ അവരുടെ മരുമകളായി കൊണ്ടുവരുന്നത് അവരുടെ സ്റ്റാറ്റസിന് ചേരുന്നല്ലെന്ന് അവർ പറഞ്ഞു. പക്ഷേ താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മാളുവിനെ മാത്രമായിരിക്കുമെന്ന് ആദ്യം ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ അവനും വീട്ടുകാരും തമ്മിൽ വഴക്കായി. ആ വീട് അച്ഛൻ്റെ പേരിലാണെന്നും തന്നെ എതിർക്കുന്ന മകൻ ആ വീട്ടിൽ സ്ഥാനമില്ലെന്നും ആദിയുടെ അച്ഛൻ പറഞ്ഞു. ആദി അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കമ്പനി ആദിയുടെ പേരിലായതുകൊണ്ട് അതിൽ അവകാശം പറയാൻ അവൻ്റെ അച്ഛന് കഴിഞ്ഞില്ല. ആദി അഭിയും കൂട്ടി പുതിയൊരു വീട് വാങ്ങി. ആ വീട്ടിൽ ആദിയും മാളും ചേർന്നാണ് തിരിതെളിച്ച്. കുറച്ച് ദിവസത്തിനുള്ളിൽ ആദിയുടെയും മാളുവിൻ്റെയും ഒപ്പം അഭിയുടെയും അന്നയുടെയും വിവാഹം ഒരേ മണ്ഡപത്തിൽ വെച്ച് തന്നെ നടത്തി. അഭിയുടെ വീട്ടുകാരാണ് കൂടെ എന്നൊക്കെ ചെയ്ത്. അഭിയുടെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം എല്ലാവരും വാങ്ങി. അവർ മനസ്സറിഞ്ഞ് 4 പേരെയും അനുഗ്രഹിച്ചു. വലതുകാൽ വെച്ച് ആദിയുടെ കൈയും പിടിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് കയറിയപ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷമായിരുന്നു മാളുവിന്.
ആദ്യമായി അവന്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. തന്നെ നെഞ്ചു നനയുന്നറിഞ്ഞ ആദി അവളെ പിടിച്ച് ബെഡിൽ കിടത്തി. മാളു, എന്തിനാണ് ഈ കരയുന്നത്? അത് സന്തോഷം കൊണ്ട് ആദി. അനാഥയായിട്ടുള്ള എന്നെ നീ ഇത്രയും സ്നേഹിക്കുന്നില്ലേ, ഒരുപാട് കെയർ ചെയ്യുന്നില്ലേ? ഇതൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ശരിക്കും ഞാൻ എന്തൊരു ഭാഗ്യവതി ആദി. നീയല്ല മോളെ, ഞാനാ ഭാഗ്യം ചെയ്തത്. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ആരും ഇല്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വന്നവനാണ് ഞാൻ. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തവൻ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ യഥാർത്ഥ സ്നേഹം, കരുതൽ, സന്തോഷം ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ശരിക്കും എൻ്റെ സങ്കടം കണ്ടിട്ട് ദൈവമായിട്ടാണ് നിന്നെ എനിക്ക് തന്നു. അപ്പം ഞാനല്ലേ ഭാഗ്യം ചെയ്ത്. അവളവനെ കെട്ടിപ്പിടിച്ചു. അവനവളുടെ മുഖത്ത് തലോടി നെറുകിൽ തൻ്റെ അധരങ്ങൾ ചേർത്തു. അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി. അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങളാൽ മൂടി. അവൾ പുഞ്ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന അവളുടെ നുണക്കുഴിയിൽ അവൻ അമർത്തി ചുംബിച്ചു. ശേഷം അവളുടെ ചുവന്ന് തുടുത്ത അധരങ്ങൾ അവൻ സ്വന്തമാക്കി. കുറച്ചു സമയത്തിന് ശേഷം അവൻ അവളുടെ അധരങ്ങൾ വേർപ്പെടുത്തി. ഒരു കള്ളച്ചിരിയോടെ അവൻ അവളിലേക്ക് കുനിഞ്ഞു വന്നതും അവളവനെ തള്ളി മാറ്റി അവിടുന്ന് എഴുന്നേറ്റോടി. അവൾ ബാൽക്കണിയിൽ പോയി നിന്നു. അവനും അവൾക്ക് പുറകെ പോയി. പുറത്തെ നിലാവെളിച്ചത്തിൽ അവൾക്ക് സൗന്ദര്യം കൂടിയതുപോലെ അവന് തോന്നി. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ കവിളിൽ കൈ ചേർത്ത് അവളുടെ അധരങ്ങളിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അപ്പോഴേക്കൊരു മഴക്കാർ അവരെ തേടിയെത്തി. നിമിഷങ്ങൾക്ക് ശേഷം അതൊരു പെരുമഴയായി മാറി. ആ മഴയിൽ ഇരുവരും നനഞ്ഞ് കുതിർന്നിരുന്നു. അവളുടെ സാരി മഴയിൽ കുതിർന്ന് അവളുടെ ശരീരത്തോട് ഒട്ടിക്കിടന്നു. അത് കാണാൻ അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. നനഞ്ഞൊട്ടിയ സാരി അവൻ അവളിൽ നിന്ന് അഴിച്ചു മാറ്റി. അവനവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ നാവും പല്ലുകൾ അവളുടെ കഴുത്തിൽ സ്നേഹമുദ്ര പതിപ്പിച്ചു. ആ മഴയിലും തങ്ങളുടെ ശരീരങ്ങൾ ചൂടുപിടിക്കുന്നത് അവരറിഞ്ഞു. അവൻ അവളെ കൈകളിലെടുത്ത് റൂമിലേക്ക് പോയി. അവളെ ബെഡിൽ കിടത്തി അവൻ അവളിലേക്ക് അമർന്നു. അവളിലെ ഓരോ നിശ്വാസവും അവന്റെ സിരകളെ ചൂടുപിടിപ്പിച്ചു. തന്റെ പ്രിയപ്പെട്ടവന്റെ പ്രണയം നിറഞ്ഞ മനസ്സാലെ സ്വീകരിച്ച് തന്റെ ബാധിയെ തന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് തന്റെ മാത്രം ആദ്യമത്തുള്ള സുന്ദരമായ ജീവിതത്തിലേക്കുള്ള മധുര സ്വപ്നങ്ങൾക്കായി അവൾ മെല്ലെ തന്റെ മിഴികൾ പൂട്ടി.